ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2024 പുറത്തിറങ്ങിയ കൊളംബോ എന്ന ബംഗാളി സീരീസിനെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. ഇവിടെ ഒരു ഭർത്താവും ഭാര്യയും ഉണ്ട്. അവർ കല്യാണത്തിന് മുമ്പ് ഒരു സത്യം ചെയ്തിട്ടാണ് വിവാഹം കഴിക്കുന്നത്. അതായത് എന്ത് കാരണം ഉണ്ടായാലും നമുക്കിടയിൽ യാതൊരു രഹസ്യങ്ങളും പാടില്ല. ഭാവിയിൽ നിനക്ക് എന്നെ ഇഷ്ടമല്ലാതായി വേറൊരു പെണ്ണുമായ ബന്ധം വന്നാൽ പോലും അത് നീ എന്നോട് പറയണം എന്നൊരു സത്യം. ഇപ്പോൾ കല്യാണം കഴിഞ്ഞ ഇവർക്ക് 2 കുട്ടികളാവുന്നു. 20 വർഷങ്ങൾ കടന്നു പോകുന്നു. അപ്പോൾ ആ ഭർത്താവിന് മറ്റൊരു പെണ്ണുമായി ബന്ധം വരുന്നു. എന്നാൽ അത് മറച്ചു വെക്കാതെ ദിവസവും ആ പെണ്ണുമായി എന്ത് സംസാരിക്കുന്നു, എങ്ങനെ ഇടപെടുന്നു, പ്രത്യേകിച്ച് ആ പെണ്ണിനെ അയാൾ സ്പർശിക്കുന്ന കാര്യം ഉൾപ്പെടെ എല്ലാം അയാൾ ഭാര്യയോട് പറയുന്നു. അങ്ങനെ പറയുന്നത് ദിവസവും ആ ഭാര്യ കേൾക്കുകയും ചെയ്യുന്നു. ഈ വൺലൈൻ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഞെട്ടലുണ്ടായേക്കാം. നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത പല സംഭവങ്ങളും ഈ സീരീസിൽ അടങ്ങിയിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങളുടെ അരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സീരീസിലേക്ക് കടക്കാം. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ തന്നെ ഏതോ ഒരാൾ മരിച്ചു കിടക്കുന്ന പോലെ കാണിക്കുന്നു. ആ വ്യക്തി സാധാരണ നിലയിലല്ല മരിച്ചത്, ആരോ അയാളെ കൊലപ്പെടുത്തിയതാണ്. അങ്ങനെ കൊന്നത് ആരാണ്, അവിടെ മരിച്ചത് ആരാണ് എന്ന് കാണിക്കുന്നില്ല. ഒരു കൈ മാത്രമാണ് കാണിക്കുന്നത്. ആ കൈയിൽ നീണ്ട നഖങ്ങളുണ്ട്. ബ്ലൂ കളർ നെയിൽ പോളിഷ് ഒക്കെ ഇട്ട് വലിയ നഖങ്ങൾ. അത് മാത്രമാണ് അവിടെ ക്ലൂ ആയി കാണിക്കുന്നത്. അവിടെ നിന്ന് നേരെ കട്ട് ചെയ്താൽ നമ്മുടെ നായികയെ കാണിക്കുകയാണ്. നായികയുടെ പേര് ചിത്ര. വളരെ മനോഹരമായിട്ട് അവൾ പാടും. നമ്മുടെ ചിത്രയ്ക്ക് മാധവൻ എന്ന പേരുള്ള 45 വയസ്സുള്ള ഒരു ഭർത്താവുണ്ട്. ഇപ്പോൾ ഇവരുടെ 20ാം വെഡിങ് ആനിവേഴ്സറി വരികയാണ്. അതിനായി ഫ്രണ്ട്സിനെയും ഫാമിലിയും എല്ലാവരെയും വിളിച്ച് വീട്ടിലൊരു ട്രീറ്റ് പോലെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഭർത്താവ് മാധവന്റെ ഫ്രണ്ട്സ് അവിടെ വന്നിട്ട് നിന്റെ ഭാര്യയ്ക്ക് നീ എന്ത് ഗിഫ്റ്റാണ് കൊടുക്കാൻ പോകുന്നത് എന്ന് ചോദിക്കുന്നത്. അപ്പോൾ അയാൾ ഞാനൊരു സത്യം പറയാൻ പോവാണ് എന്ന് പറയുന്നു. അങ്ങനെ അയാൾ എന്ത് സത്യമാണ് പറയാൻ പോകുന്നത് എന്നതിലാണ് ഈ സിനിമയുടെ കഥ അടങ്ങിയിരിക്കുന്നത്. അവിടുന്ന് കട്ട് ചെയ്താൽ ഇവർക്ക് 2 കുട്ടികളുണ്ടല്ലോ, ഒരു പെണ്ണും ഒരു ആൺകുട്ടിയും. അവർക്ക് ഈ അച്ഛനെയും അമ്മയും തീരെ ഇഷ്ടമല്ല. എല്ലാവരും അവിടെ ആനിവേഴ്സറി ആഘോഷിക്കുമ്പോൾ ഈ 2 കുട്ടികളും അവരുടെ റൂമിലിരുന്ന അച്ഛനെയും അമ്മയും ദേഷ്യത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് നമ്മുടെ നായിക ചിത്ര വീട്ടിൽ വിശക്കുന്നു എന്ന് പറഞ്ഞ് പ്ലേറ്റിൽ ഭക്ഷണം വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം മോൾക്കാണ് ഭക്ഷണം വിളമ്പുന്നത്. അപ്പോൾ ചിത്രയുടെ ബെസ്റ്റ് ഫ്രണ്ടായ ജിലേബിയും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നുണ്ട്. ചിത്ര, നീ ഇപ്പൊ പണ്ടത്തെ പോലെ അല്ലല്ലോ, വല്ലാതെ മാറിപ്പോയി, എന്തോ ഇരുന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, എന്താണ് ആലോചിക്കുന്നത് എന്ന് ചിത്രയോട് ചോദിക്കുകയാണ്. അവിടെ ചിത്ര പെട്ടെന്ന് അവർക്കുള്ളിൽ തന്നെ സംസാരിക്കാൻ തുടങ്ങുന്നു. ഒരു മായാലോകം പോലെ ഓപ്പൺ ആവുന്നുണ്ട്. അവിടെ ചിത്ര സ്വയം സംസാരിക്കുന്നു. ഇപ്പോഴും എൻ്റെ ഭർത്താവ് ആ പെണ്ണുമായി ബന്ധം വെച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ ആ കാര്യം നമ്മളോട് പറയാതിരിക്കുകയാണോ? കല്യാണത്തിന് മുൻപ് സത്യം മാത്രമേ പറയൂ എന്ന് 2 പേരും കൂടി തീരുമാനം എടുത്തതാണല്ലോ. ആ തീരുമാനത്തിൽ നിന്ന് അദ്ദേഹം വ്യതിചലിച്ചോ എന്ന് ഒരുപാട് കാര്യങ്ങൾ അവരുമായി തന്നെ സംസാരിക്കുന്നു. ഇതുപോലെ ഇടയ്ക്കിടെ അവർക്കുള്ളിൽ സംസാരിക്കും. അപ്പോഴൊക്കെ അങ്ങനെ സ്റ്റക്കായി നിൽക്കും. കൃത്യം 4 മാസം മുമ്പുള്ള ഒരു ചെറിയ ഫ്ലാഷ് ബാക്ക് പോലെ കാണിക്കുകയാണ്. അതുവരെ നമ്മുടെ നായികയുടെ ലൈഫ് വളരെ സന്തോഷമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് നായകന്റെ കമ്പനിയിൽ കനക എന്നൊരു പെൺകുട്ടി വന്നു ചേർന്നത്. എൻ്റെ കമ്പനിയിൽ കനക എന്നൊരു മനോഹരിയായ പെൺകുട്ടി വന്നിട്ടുണ്ട്. കമ്പനിയിലുള്ള പകുതി പേരും അവളുടെ പുറകെയാണ് നടക്കുന്നത് എന്ന് 4 മാസം മുമ്പ് നായകൻ ചിത്രയോട് തമാശയായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നാണ് എല്ലാ പ്രശ്നങ്ങളും തുടങ്ങാൻ പോകുന്നതെന്ന് ഇവർ 2 പേരും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ കഥ പ്രസന്റിലേക്ക് വരുന്നു. ചിത്ര, എന്താ നീ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? 5 മിനിറ്റായി നീ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കുകയാണല്ലോ എന്ന് ഫ്രണ്ട് ജിലേബി ചോദിക്കുകയാണ്. ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഇതെല്ലാം 5 മിനിറ്റായി നമ്മുടെ നായിക മനസ്സിലിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതാണ് നമ്മുടെ നായികയുടെ പ്രശ്നം. ഹൗസ് വൈഫ് ആയിരിക്കുന്ന ഒരുപാട് സ്ത്രീകളുടെ പ്രശ്നവും ഇത് തന്നെയാണ്. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് ഭർത്താവിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറത്ത് ഷെയർ ചെയ്യാനോ ഫ്രണ്ട്സിനോട് പറയാനോ, എന്തെങ്കിലും തെറ്റ് ചെയ്താൽ സ്വന്തം മാതാപിതാക്കളോട് പോലും പറയാൻ കഴിയാതെ ഉള്ളിൽ പൂട്ടി വെക്കുന്നത് കാരണമാണ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങൾ വരുന്നത്. ഇപ്പോൾ നമ്മുടെ നായകൻ മാധവൻ തൻ്റെ സുഹൃത്തുക്കളോട് വന്നിട്ട്, അളിയ, 4 മാസം മുമ്പ് എൻ്റെ ഓഫീസിൽ ചേർന്ന ആ കനക എന്ന പെൺകുട്ടിയെ നീ കണ്ടില്ലേ? അതിനുശേഷം എന്തായി എന്ന് ചോദിച്ചാൽ, ഇപ്പോൾ ഞാനും ആ കനകയും റിലേഷൻഷിപ്പിലാണ്. അതാണ് ഇവിടെ വലിയൊരു പ്രശ്നമായി പൊട്ടിത്തെറിച്ചിരിക്കുന്നത് എന്നന്ന് ഭാര്യയുമായി ആനിവേഴ്സറി ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന രാത്രി ഇരുന്ന് സംസാരിക്കുകയാണ്. ഈ വിവരം നിന്റെ ഭാര്യയ്ക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ, എൻ്റെ ഭാര്യയോട് ഞാൻ ഒന്നും മറച്ചു വെക്കില്ല എന്ന് സത്യം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഇതെല്ലാം പറഞ്ഞു എന്ന് അയാൾ പറയാണ്. നീ ഇങ്ങനെയൊക്കെ ഓപ്പണായി ഭാര്യയോട് എല്ലാം പറയുന്നത് കൊണ്ട് നിന്റെ ജീവിതത്തിൽ എങ്ങനെയുള്ള പ്രശ്നമാണ് വരാൻ പോകുന്നതെന്ന് നിനക്കറിയില്ല എന്ന് ഫ്രണ്ടും പറയാണ്. അപ്പോഴാണ് ഓപ്പണിംഗ് സീനിൽ ഇവർ ആനിവേഴ്സറിക്ക് കേക്ക് മുറിച്ച് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ കേക്ക് പാതിക്ക് മേലെ മുറിക്കാൻ കഴിയാതെ ഇവർ 2 പേരും ബുദ്ധിമുട്ടുന്നത്. എന്താണെന്ന് ആ പാതി കേക്ക് മാറ്റി നോക്കിയാൽ ആ കേക്കിന്റെ പകുതിയിൽ വേറൊരു കേക്ക് ഉണ്ട്. അതിനു മുകളിൽ ഹാപ്പി ആനിവേഴ്സറി ലയർ എന്നൊരു വാക്ക് എഴുതിയിട്ടുണ്ട്. അതായത് ഈ ദമ്പതികളിൽ ആരോ കൂടുതലായി നുണ പറയുന്നുണ്ട്. സത്യം മാത്രമേ പറയൂ എന്ന് സത്യം ചെയ്ത ഇവരിൽ ആരാണ് അങ്ങനെ നുണ പറയുന്നത്? ഇപ്പോൾ ഈ കേക്കിൽ ആരാണ് ഇങ്ങനെ എഴുതിയത്? ഞങ്ങൾ ആരും ഇങ്ങനെ ഒരു കേക്ക് ഡിസൈൻ ചെയ്തിട്ടില്ല, ഞങ്ങളത് എഴുതിയിട്ടില്ല എന്ന് സുഹൃത്തുക്കളും നിഷേധിക്കുന്നു.
ഇപ്പോൾ നായകനും നായികയും ഞെട്ടിപ്പോവാണ്. സിനിമയുടെ ഓപ്പണിംഗ് സീനിൽ ഒരു അജ്ഞാതനെ വിരലിൽ ബ്ലൂ കളർ നെയിൽ പോളിഷ് ഇട്ട ആരോ കൊലപ്പെടുത്തിയതായി കാണിച്ചിരുന്നല്ലോ. ഇപ്പോൾ ആ വിരലുകളുള്ള വ്യക്തി ഏതോ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് തന്റെ വിരലുകൾക്ക് എങ്ങനെയാ ബ്ലൂ നെയിൽ പോളിഷ് ഒക്കെ ഇട്ടു എന്നതുപോലെ കാണിക്കുകയാണ്. ആ വ്യക്തി ആരാണെന്ന് ഇപ്പോഴും റിവീൽ ചെയ്തിട്ടില്ല. മറുവശത്ത് നായികയുടെ മകളും തന്റെ ഫോണിൽ അച്ഛനും അമ്മയും കൂടെയുള്ള എല്ലാ ഫോട്ടോകളും ക്രോപ്പ് ചെയ്ത് അവളും അനിയനും മാത്രമുള്ള ഫോട്ടോകളാക്കി മാറ്റുന്നു. അത്രയ്ക്ക് വെറുപ്പാണ് അവൾക്ക് അച്ഛനോടും, പ്രത്യേകിച്ച് അമ്മയോടും. ഇപ്പോൾ നായിക തന്റെ മകളുടെ അടുത്ത് വന്നിട്ട്, ആനിവേഴ്സറി കേക്കിൽ നീ ആണല്ലേ ഇങ്ങനെ എഴുതിയത്, അതിന് മാത്രം എന്ത് വെറുപ്പാടി നിനക്ക് അച്ഛനോടും അമ്മയോടും എന്ന് ദേഷ്യപ്പെടാണ്. ഞാൻ അങ്ങനെ ഒരു പണി ചെയ്തിട്ടില്ല, എനിക്ക് നിങ്ങളെ രണ്ടുപേരും ഇഷ്ടമല്ല എന്നത് സത്യമാണ്. അതിന് വേറൊരു കാരണമുണ്ട്. അതിനുവേണ്ടി ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ ഇങ്ങനെ എഴുതി വെക്കുന്ന ആളല്ല എന്ന് അവൾ രണ്ടുപേരോടുമായി പറയുന്നു. ഇപ്പോൾ മാധവൻ തന്റെ ഭാര്യയോട് പറയാണ്, നമ്മുടെ 20 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിൽ ഞാൻ ഇതുവരെ നിന്നോട് ഒരു തവണ പോലും നുണ പറഞ്ഞിട്ടില്ല. എന്തിന് 4 മാസം മുമ്പ് എനിക്ക് വേറൊരു പെണ്ണുമായി ബന്ധമുണ്ടായ കാര്യവും അവളോട് തോന്നിയ ഫീലിങ്സും എല്ലാം നിന്നോട് തന്നെയാണ് ഷെയർ ചെയ്തത്. അതൊക്കെ നിനക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് കട്ട് ചെയ്താൽ വളരെ ക്രൂരമായ മറ്റൊരു സംഭവം കാണിക്കുന്നത്. അതേ 4 മാസം മുമ്പ് നായകൻ കനകയെ കണ്ടതായി പറഞ്ഞല്ലോ. അതിനുശേഷം ആ പെൺകുട്ടി ഓഫീസിൽ വേറെ ആണുങ്ങളോടൊന്നും സംസാരിക്കാതെ തൻ്റെ അടുത്ത് വന്ന് ഫ്ലേർട്ട് ചെയ്യാൻ തുടങ്ങിയെന്നും നൈറ്റ് ഡിന്നറിന് പോകാമോ എന്നൊക്കെ ചോദിക്കുന്നുവെന്നും മാധവൻ ഭാര്യയോട് പറയുന്നു. ചിത്ര കുറച്ച് ഓപ്പൺ ടൈപ്പാണ്. അതിലെന്താ തെറ്റ്, നീ ധൈര്യമായിട്ട് അവളുടെ കൂടെ പോയിട്ട് വാ എന്ന് വളരെ കാഷ്വൽ ആയിട്ടാണ് അവരെടുക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ ഒരുപാട് കുടുംബങ്ങൾ പിരിഞ്ഞു പോകാൻ തന്നെ കാരണം കല്യാണത്തിന് ശേഷം മറ്റുള്ളവരോട് തോന്നുന്ന ആകർഷണത്തെ ഭർത്താവും ഭാര്യയും വല്ലാതെ കോംപ്ലിക്കേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് ചില ആണുങ്ങളെ കണ്ടാൽ ഇഷ്ടം തോന്നും, അത് ഞാൻ നിന്നോട് ഓപ്പണായി പറയുന്നുണ്ടല്ലോ. എനിക്ക് ആ പയ്യന് ഇഷ്ടമായി, അവൻ്റെ കൂടെ ഡേറ്റിന് പോയി എന്നൊക്കെ. അതുപോലെ നിനക്ക് ഇഷ്ടപ്പെടുന്നതിൽ ഒരു തെറ്റുമില്ല, ഞാനത് ഈസി ആയിട്ട് എടുക്കൂ. ഒരു ഭാര്യ എന്നത് ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെ ആയിരിക്കണം. ബെസ്റ്റ് ഫ്രണ്ടിനോട് നീ എല്ലാം ഷെയർ ചെയ്യില്ലേ, അതുപോലെ എന്നോടും ഷെയർ ചെയ്യണം. ഈ രീതിയിലാണ് സ്വന്തം ഭർത്താവിനെ അവർ ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇങ്ങനെയൊക്കെയാണ് ഇവർ ഭാര്യയും ഭർത്താവുമായി ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു 3 മാസം മുമ്പ് മാധവനും വീട്ടിലേക്ക് വളരെ ലേറ്റായി വരികയാണ്. 20 വർഷമായി ഇയാൾ ഇത്രയും ലേറ്റ് ആയിട്ട് വന്നിട്ടില്ല. എന്താണെന്ന് ചോദിക്കുമ്പോൾ ഓഫീസിൽ ചില പ്രധാന മീറ്റിംഗ്സ് ഉണ്ടായിരുന്നു, ഭയങ്കര പ്രഷറായിരുന്നു. അതുകൊണ്ട് പിള്ളേരെല്ലാവരെയും ടർഫിലേക്ക് കൊണ്ടുപോയെന്നും ആ കനകയും കൂടെ വന്നിരുന്നുവെന്നും കളി കഴിഞ്ഞിട്ട് അവളെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്തിട്ട് വരികയാണെന്നും ഭയങ്കര ടയർഡാണെന്നും അയാൾ പറയുന്നു. എത്ര ഓപ്പൺ മൈൻഡ് ആണെങ്കിലും അവിടെ ചിത്രയ്ക്ക് ഈ വിവരങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചെറിയൊരു പോസസീവ്നെസ് വരുന്നുണ്ട്. അന്ന് രാത്രി തന്നെ ഭർത്താവിന്റെ കാറിൽ വന്ന് നോക്കുമ്പോൾ ആ കാറിൽ ഒരു വിരലടയാളം കാണുന്നു. തീർച്ചയായിട്ടും അത് തന്റെ ഭർത്താവിൻ്റെതല്ല. ഒരുപക്ഷെ കാറിൽ ഭർത്താവും ആ കനകയും ഒന്നിച്ചുണ്ടായിരുന്നോ, അതുകൊണ്ട് വന്ന വിരലടയാളാണോ എന്നൊക്കെ അവർ ആലോചിക്കുകയാണ്. ഇപ്പോൾ പ്രസന്റിലേക്ക് കഥ വരുന്നു. ഈ കഥകളെല്ലാം നായകൻ തന്റെ ഫ്രണ്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ശരിയളിയ, ഇന്നലെ നിന്റെ ആനിവേഴ്സറി കേക്കിൽ ലയർ എന്ന് എഴുതി വെച്ചത് ആരാണെന്ന് കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അത് വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ് എന്ന് മാധവൻ പറയുന്നു. എടാ, നീ അത് എന്തിനാണ് എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഭാര്യയെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ഇയാൾ പറയാണ്. ഫ്രണ്ടിനും അവിടെ ഒന്നും മനസ്സിലാവുന്നില്ല. സോ ഇതിനുശേഷം ഈ കഥ വളരെ ശ്രദ്ധിച്ച് കേൾക്കണം, അപ്പോഴേ നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവുള്ളൂ. ഇപ്പോൾ നായകൻ ബന്ധത്തിലുള്ള ആ കനകയെ കാണിക്കുകയാണ്. ആ കനക അവിടെ വന്നിട്ട് അവരുടെ നഖങ്ങളിൽ പുതുതായി ഒരു നെയിൽ പോളിഷ് ഇട്ടതായി നായകനെ കാണിക്കുന്നു. ഈ നെയിൽ പോളിഷ് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഓപ്പണിംഗ് സീനിൽ ഒരു അജ്ഞാത മരണം നടന്നുവല്ലോ, അത് ചെയ്തവന്റെ കയ്യിൽ നെയിൽ പോളിഷ് ഇട്ടിരുന്നല്ലോ, അതേ കൈ തന്നെയാണ് ഈ കൈയും. അപ്പോൾ കനകയാണോ ആരെയോ കൊലപ്പെടുത്തിയതെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ആ ചിന്തയോടെ തന്നെ കഥ കേൾക്കണം, അപ്പോഴാണ് അത് ആരാണെന്ന് മനസ്സിലാവുള്ളൂ. ഇവിടെ നമ്മുടെ നായകന്റെ മകളെ കാണിക്കുന്നു. ഇവരെന്തിനാണ് സ്വന്തം അച്ഛന്റെയും അമ്മയുടെയും മേൽ ദേഷ്യത്തിലിരിക്കുന്നതെന്ന് അറിയാമോ? 2 മാസം മുമ്പ് അവൾ സ്കൂൾ കഴിഞ്ഞ് ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ വരുമ്പോൾ കടയിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വരണേ, അച്ഛൻ ഓഫീസിൽ ഭയങ്കര ബിസിയാണ്, വരാൻ ലേറ്റ് ആവുമെന്ന് പറഞ്ഞു എന്ന് മകളോട് പറഞ്ഞിരുന്നു. അവളും ഫോൺ വെക്കുന്ന സമയത്ത് അവിടെ റോഡിൽ ഒരാളെ കാണാണ്. അത് വേറെ ആരുമല്ല, സ്വന്തം അച്ഛൻ മാധവനെ തന്നെയാണ് അവൾ കാണുന്നത്. മാധവൻ ആ കനകയുമായി തൊട്ട് സംസാരിച്ചും ജോളിയായി വരുന്നതൊക്കെ കണ്ട് അവൾ വല്ലാതെ ദേഷ്യപ്പെടുന്നു. അപ്പോഴാണ് സ്വന്തം അച്ഛൻ ഇങ്ങനൊരു ബന്ധമുണ്ടെന്ന കാര്യം മകൾ ദിയയ്ക്ക് മനസ്സിലാവുന്നത്. അന്ന് രാത്രി തന്നെ ഈ വിവരം സ്വന്തം അമ്മയോട് പറഞ്ഞ് അവൾ വല്ലാതെ പ്രതികരിക്കുകയാണ്. ഇങ്ങനൊരു ഭർത്താവിന് അമ്മയ്ക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നാൽ അവിടെയാണ് ചിത്ര പറയുന്നത്, എനിക്ക് ഈ കാര്യം നേരത്തെ അറിയാം, അദ്ദേഹം എല്ലാം എന്നോട് ഓപ്പണായി സത്യം പറയും, ഇത് ഞങ്ങൾക്കിടയിലുള്ള കാര്യമാണ്, ഇതിൽ ഞാൻ തന്നെ വലുതായി പ്രതികരിച്ചിട്ടില്ല, നീ എന്തിനാണ് ഇങ്ങനെ പ്രതികരിക്കുന്നതെന്ന് മകളോട് പറയാണ്. ഇതിൽ മകൾക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. അച്ഛന് ബന്ധമുണ്ടെന്ന ദേഷ്യമുണ്ടായിരുന്നിടത്ത് ഇപ്പോൾ അച്ഛന് ബന്ധമുണ്ടായിട്ടും അമ്മ ഒന്നും പറയുന്നില്ലല്ലോ എന്നോർത്ത് അമ്മയോടുള്ള ദേഷ്യമായി അത് മാറി. അതിനുശേഷം ദിവസങ്ങൾ കഴിയും തോറും അച്ഛൻ്റെ ലാപ്ടോപ്പ് എടുത്ത് പരിശോധിക്കുന്നതും അതിലെ ഫയലുകൾ ഡിലീറ്റ് ചെയ്യുന്നതും പോലെ അച്ഛനോടുള്ള ദേഷ്യം ദിയ കാണിച്ചുകൊണ്ടേയിരിക്കും. അച്ഛനോട് മാത്രമല്ല, അമ്മയോടും. രാവിലെ അമ്മ ടിഫിൻ എടുത്തുകൊണ്ട് വന്ന് വെക്കുമ്പോൾ നിങ്ങളെപ്പോലെയുള്ള മോശക്കാരുടെ കാശിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എനിക്ക് അറപ്പാവുന്നു എന്ന് ദിയ പറയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. എന്താടി ഓവറായി സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ മോശപ്പെട്ട ആളായിട്ട്
പെണ്ണുങ്ങളുടെ പുറകെ നടക്കുന്ന ആളായിട്ട് നടക്കുമ്പോൾ അമ്മ ഒന്നും ചോദിക്കില്ലേ? അപ്പോൾ അമ്മ എത്ര വലിയ ആളായിരിക്കും എന്ന് അവള് ചോദിക്കുമ്പോൾ ദേഷ്യം വന്ന അമ്മ മകളെ അടിക്കുകയാണ്. ഇങ്ങനൊരു ഘട്ടത്തിലാണ് ചിത്ര പ്രസന്റിൽ അവരുടെ ആനിവേഴ്സറിക്ക് വന്ന ഫ്രണ്ട് ജിലേബിക്ക് ആക്സിഡന്റ് ആയി എന്നറിഞ്ഞ് അവളെ കാണാൻ പോകുന്നത്. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ കുറച്ചു നാളായിട്ട് ഭർത്താവിന്റെ പെരുമാറ്റം ശരിയല്ല. രാത്രി ഇടയ്ക്കിടെ അദ്ദേഹം ഓഫീസിലാണ് തങ്ങുന്നത്. അദ്ദേഹം ഓഫീസിൽ ആരുമായിട്ടോ ബന്ധത്തിലാണെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് ജിലേബിയും തന്റെ ഭർത്താവിനെ കുറിച്ച് പറയുന്നു. അപ്പോൾ എല്ലാ ഭർത്താക്കന്മാരും ഇങ്ങനെയാണോ എന്ന് ചിത്രയും ചിന്തിക്കുകയാണ്. ഇന്നലെ താഴെ വീണ എൻ്റെ കാലൊടിഞ്ഞു. കുറച്ചു നാളായിട്ട് എൻ്റെ ഭർത്താവിനെ ഫോളോ ചെയ്ത് അവൻ എന്നോട് വിശ്വസ്തനാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കണമെന്ന് കരുതി. പക്ഷെ അതിന് കഴിഞ്ഞില്ല. നീ എനിക്ക് വേണ്ടി സഹായിക്കാമോ? നീ ഒരു ഡിറ്റക്റ്റീവായി മാറി എൻ്റെ ഭർത്താവ് ഓഫീസിൽ എന്താണ് ചെയ്യുന്നത്, ഏത് പെൺകുട്ടിയുമായിട്ടാണ് ബന്ധം എന്ന് കണ്ടുപിടിച്ച് എന്നോട് പറയണം എന്ന് നായികയെ അവർ ചുമതല ഏൽപ്പിക്കുന്നു. ചിത്രയും തന്റെ സുഹൃത്ത് ജിലേബിക്ക് വേണ്ടി അത് ചെയ്യാമെന്ന് സമ്മതിക്കുന്നു. രാത്രി ഭർത്താവ് മാധവനോട് ജിലേബി പറഞ്ഞ കാര്യങ്ങളെല്ലാം ചിത്ര പറയുന്നു. അപ്പോഴാണ് മാധവനും ഒരു സംശയം വരുന്നത്. നിന്നെ പോലെ നിന്റെ ഫ്രണ്ട് ജിലേബി അത്ര ഓപ്പൺ മൈൻഡഡ് അല്ല എന്ന് തോന്നുന്നു. എനിക്കും കനകയ്ക്കും ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നീ എത്ര കൂളായിട്ടാണ് എടുത്തത്. എന്നാൽ അവളുടെ ഭർത്താവിന് ബന്ധമുണ്ടെന്ന് അറിഞ്ഞത് നോക്ക്. ഡിറ്റക്റ്റീവിനെയൊക്കെ വെച്ച് ഫോളോ ചെയ്ത് എത്ര ടോർച്ചർ ചെയ്താണ് കണ്ടുപിടിക്കാൻ നോക്കുന്നത്. നീ ശരിക്കും ഭയങ്കര ഗ്രേറ്റ് തന്നെയാണ് എന്ന് മാധവൻ ഭാര്യയോട് പറയുന്നു. എന്നാൽ ചിത്രയ്ക്ക് ഇത് കേൾക്കുമ്പോൾ ഭയങ്കര അസ്വസ്ഥത ഉണ്ടാവുന്നുണ്ട്. അതേസമയം ഒരു ദിവസം രാവിലെ നായിക ഭർത്താവിന്റെ തുണികൾ അലക്കുമ്പോൾ ഭർത്താവിന്റെ കർച്ചീഫിൽ ഒരു ലിപ്സ്റ്റിക്കിന്റെ പാട് കാണുന്നു. എത്ര ഓപ്പൺ മൈൻഡ് ആണെങ്കിലും അവിടെയും അവൾ ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. മറുവശത്ത് സുഹൃത്ത് ജിലേബിക്ക് വേണ്ടി ജിലേബിയുടെ ഭർത്താവ് ഓഫീസ് കഴിഞ്ഞാൽ എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് ഒരു വാടക കാർ എടുത്ത് അയാളെ ഫോളോ ചെയ്തുകൊണ്ട് പോവാണ്. അയാൾ ഒരു സ്ഥലത്ത് വന്ന് ആർക്കോ വേണ്ടി ബൊക്കെ വാങ്ങുന്നുണ്ട്. ഇതും ചിത്ര കണ്ടുപിടിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു ദിവസം നായികയുടെ ഭർത്താവ് മാധവൻ പതിവ് പോലെ രാവിലെ ഓഫീസിൽ പോകാൻ തയ്യാറെടുക്കുമ്പോൾ അയാൾക്ക് പെട്ടെന്ന് പനി വരികയാണ്. പനിയുണ്ടല്ലോ, റെസ്റ്റ് എടുത്തിട്ട് നാളെ പോകാമല്ലോ എന്ന് ചിത്ര പറയാണ്. പനി അങ്ങനെ വെറുതെ വന്നതല്ല. എൻ്റെ ഓഫീസിലുള്ള കനകയ്ക്ക് പനി ഉണ്ടായിരുന്നു, അത് എനിക്ക് കിട്ടിയതാ. സാരമില്ല, ക്രോസിൻ കഴിച്ചിട്ടുണ്ട്, മാറിക്കോളും എന്ന് ഭർത്താവ് പറയുന്നു. അപ്പോഴാണ് നായികയ്ക്ക് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഇവർ പ്രണയിക്കുന്ന കാലത്ത് നായികയ്ക്ക് പനി വന്നിരുന്നു. അപ്പോൾ നായികയുടെ കൂടെ ഒന്നിച്ചുണ്ടായിരുന്നത് കൊണ്ട് ഭർത്താവിനും ആ പനി പകർന്നിരുന്നു. ഇപ്പോൾ അതെല്ലാം ഓർത്തു നോക്കുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുത്തത് കൊണ്ട് ഭർത്താവ് ആ പെൺകുട്ടിയുമായി ഒന്നിച്ചു കഴിഞ്ഞിരിക്കോ? അവർക്കിടയിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ട് അത് നമ്മളിൽ നിന്ന് മറച്ചു വെക്കുകയാണോ? എന്ത് ചെയ്താലും സത്യം പുറത്തു പറയണമെന്നല്ലേ കല്യാണത്തിന് മുമ്പ് വാഗ്ദാനം ചെയ്തത്? ഇത് പറയാതെ വിട്ടതാണോ? ഒരുപക്ഷെ എനിക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നമ്മളോടുള്ള താല്പര്യം പോയതാണോ എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് അവർ ഭയപ്പെടുന്നു. തിരക്കുള്ള റോഡിലൂടെ നടന്നു പോകുമ്പോഴാണ് അവരുടെ പാട്ടുമാഷിനെ നായിക കാണുന്നത്. അതെ, നമ്മുടെ നായിക വളരെ നന്നായി പാട്ടുപാടും. വലിയൊരു ഗായിക ആകേണ്ടവളായിരുന്നു. എന്നാൽ സാഹചര്യങ്ങൾ കാരണം ആകാൻ കഴിഞ്ഞില്ല. ആ പാട്ടുമാഷം ഞാനിപ്പോൾ ഒരുപാട് ചെറിയ കുട്ടികൾക്കൊക്കെ പാട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇവിടെ വരുന്ന എല്ലാ കുട്ടികളോടും നിന്നെ കുറിച്ചിട്ടാണ് പറയാറുള്ളത്. നീ ആ ശ്രുതി പിടിച്ച് പാടുമല്ലോ, നിന്റെ ആ കഴിവ് ഈ പാട്ട് സ്കൂളിലുള്ള എല്ലാവർക്കും അറിയാം എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോഴാണ് അതേ പാട്ട് സ്കൂളിൽ മാഷിന്റെ അടുത്ത് പാട്ട് പഠിക്കുന്ന ഒരു ചെറിയ പയ്യൻ, ഒരു 20-25 വയസ്സ് പ്രായമുള്ളവൻ, പുറകിൽ നിന്ന് നായികയെ സൈറ്റ് അടിക്കുന്നത്. അവർക്കുള്ളിലും ചെറിയൊരു ഫീല് തോന്നുന്നുണ്ട്. ഒരു ചെറിയ പയ്യൻ നമ്മളെ നോക്കുന്നുണ്ടല്ലോ, പക്ഷെ അത് കാര്യമാക്കണ്ട, അവന്റെ പ്രായം എന്താ, നമ്മുടെ പ്രായം എന്താ, വിട്ടേക്ക് എന്നവള് സ്വയം പറയാണ്. മറുവശത്ത് ജിലേബിയുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഫോളോ ചെയ്തു പോയി അയാൾ ബൊക്കെ വാങ്ങിയിട്ട് ഒരു ഹോട്ടലിലേക്ക് പോകുന്നതും കണ്ടുപിടിച്ച് ആ ഹോട്ടലിൽ പോയി അയാൾ ആരെയാണ് മീറ്റ് ചെയ്തത് എന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പുരുഷനെയാണ് ജിലേബിയുടെ ഭർത്താവ് പ്രണയിക്കുന്നത്. അത് കണ്ടിവർ ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ ജിലേബിയുടെ ഭർത്താവിന്റെ അടുത്ത് തന്നെ വന്ന് എന്തിനാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് എന്ന് ചോദിക്കുകയാണ്. എനിക്കും ജിലേബിക്കും അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. എനിക്കുള്ളിലെ ഫീലിങ്സ് ഒന്നും കല്യാണ സമയത്ത് എനിക്ക് മനസ്സിലായില്ല. എന്നാൽ പിന്നീടാണ് എനിക്ക് പുരുഷന്മാരെയാണ് ഇഷ്ടമെന്ന് മനസ്സിലായത്. ദയവ് ചെയ്ത് ഈ വിവരം എന്റെ ഭാര്യയോട് മാത്രം പറയരുത് എന്ന് അയാൾ കെഞ്ചി ചോദിക്കുകയാണ്. ആ സമയത്താണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നായികയ്ക്ക് സംഭവിച്ച മറ്റൊരു കാര്യം അവർ ഓർക്കുന്നത്. നായികയുടെ ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ അയാളുടെ ടീഷർട്ടിൽ ഒരു ലിപ്സ്റ്റിക്കിന്റെ പാടുണ്ടായിരുന്നു. കർച്ചീഫിലെ ലിപ്സ്റ്റിക് പാട് ഇപ്പോൾ ടീഷർട്ട് വരെ എത്തിയല്ലോ എന്നോർത്ത് ഇവര് ഞെട്ടുകയാണ്. ഭർത്താവിനോട് അതെന്താണ്, എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം വളരെ ഓപ്പൺ ആയിട്ട്, ഞാൻ പറഞ്ഞില്ലേ ആ കനക, അവളാണ് പുറകിലൂടെ വന്ന് എന്നെ ഹഗ് ചെയ്തിട്ട് പെട്ടെന്ന് ഈ ഉമ്മ തന്നത്, അതുകൊണ്ടാണ് ഇത് വന്നത് എന്ന് പറയുന്നു. അതും കേട്ട് ചിത്ര അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന പോലെ അഭിനയിച്ചാലും ഭർത്താവ് കനകയുമായി ഇടപഴകിയ കാര്യങ്ങളെല്ലാം അവർക്ക് വീണ്ടും വീണ്ടും ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം നോർമലായി എടുക്കുന്ന ചിത്രയ്ക്ക് ഇതിനു മുകളിൽ ആ വിഷയത്തെ നോർമലായി എടുക്കാൻ കഴിയുന്നില്ല. ഭർത്താവിനോടുള്ള അമിതമായ സ്നേഹം അവരെ അതിന് അനുവദിക്കുന്നില്ല. ഒരു ദിവസം ആ പെൺകുട്ടി ഭർത്താവിന് നേരിട്ട് ഉമ്മ കൊടുത്ത വിവരം ഭാര്യയോട് വന്ന് പറയുമ്പോൾ, മതി, ഇനിമേൽ ഒരു സത്യവും എന്നോട് പറയണ്ട. നാട്ടിലുള്ള ഭാര്യ ഭർത്താക്കന്മാരെല്ലാം കല്യാണത്തിന് ശേഷം ഭാര്യയോടോ ഭർത്താവിനോടോ നുണ പറയാതിരിക്കില്ല. അങ്ങനെ നുണ പറയുന്ന ഒരു ജീവിതം എനിക്ക് ആവശ്യമില്ല. സത്യം മാത്രം പറയുന്ന ഒരു പങ്കാളിയാണ് എനിക്ക് വേണ്ടത് എന്ന് കരുതിയിട്ടാണ് കല്യാണത്തിന് മുമ്പ് അങ്ങനെ ഒരു സത്യം ചെയ്യിച്ച് നമ്മൾ ജീവിക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ആ സത്യം തന്നെ എന്നെ കുറേശ്ശെയായി കൊല്ലുകയാണ്. ദേവ്ജി എന്നോട് നുണ പറയും, ദേവ്ജി എന്നോട് നുണ പറയേ എന്ന് അവർ പറയാണ്.
ഇത് കേൾക്കുമ്പോഴാണ് ഭാര്യയ്ക്ക് ഇങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ എന്ന് ഭർത്താവ് മനസ്സിലാക്കുന്നത്. ആക്ച്വലി ഞാൻ ഓഫീസിൽ പ്രണയിച്ചുകൊണ്ടിരുന്ന ആ കനകയപ്പോൾ ഉമ്മ തന്നു എന്ന് പറഞ്ഞില്ലേ, അതാണ് അവളുടെ അവസാനത്തെ മൂവ്മെന്റ്. അവൾ ആ ഉമ്മയോട് തന്നെ എന്നെ പിരിഞ്ഞുപോയി. അവൾ കൽക്കത്തയിൽ ലവ് ചെയ്തിരുന്ന ബോയ് ഫ്രണ്ട് തിരികെ വന്നു എന്ന് പറഞ്ഞ് അവൾ എന്നെ വിട്ടുപോയി. അതുകൊണ്ട് ഇതൊരു ബ്രേക്കപ്പ് കേസായി കരുതിയാൽ മതി എന്ന് ഇയാളും പറയാണ്. ഇത്രയും കേൾക്കുമ്പോഴാണ് നമ്മുടെ നായികയ്ക്ക് ജീവൻ തിരികെ കിട്ടിയതുപോലെ ആവുന്നത്. അവിടുന്ന് കട്ട് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ നായകൻ മാധവൻ തന്റെ സുഹൃത്തിന്റെ അടുത്ത് വന്ന് ഭാര്യയുമായി നടന്ന ഈ സംഭവങ്ങൾ ഷെയർ ചെയ്യുന്നു. അപ്പോൾ ഫ്രണ്ടും ചോദിക്കുന്നുണ്ട്, അപ്പോൾ ശരിക്കും ആ കനകയുമായി നിനക്ക് ബ്രേക്കപ്പ് ആയോ? ഇല്ലടാ, എൻ്റെ ഭാര്യ തന്നെയാണ് എന്നോട് നുണ പറയാൻ പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ നുണ പറഞ്ഞത്. ശരിക്കും എനിക്കും അവൾക്കും ഇപ്പോഴും ബ്രേക്കപ്പ് ഒന്നും ആയിട്ടില്ല, ഇപ്പോഴും ആ ബന്ധം തുടർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഫ്രണ്ടും ഞെട്ടിപ്പോവാണ്. ഇപ്പോൾ കാലക്രമേണ നായകൻ ഭാര്യയോട് ഈ രീതിയിൽ സത്യം മറച്ചു വെച്ച് നുണ പറയുന്നത് കൊണ്ട് അത് അയാൾക്ക് വലിയൊരു കുറ്റബോധം നൽകുന്നുണ്ട്. അപ്പോഴാണ് ഈ ഭർത്താവായ മാധവൻ വിഡ്ഢിത്തമായ ഒരു കാര്യം ആലോചിക്കുന്നത്. ഇതിനുശേഷം സത്യം ഭാര്യയോട് പറയരുതെന്ന് അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ സത്യം വെളിപ്പെടുത്താതിരിക്കാൻ കഴിയുന്നില്ല. ഞാൻ നുണ പറയാമെന്ന് എൻ്റെ ഭാര്യ കുറേശ്ശെയായി മനസ്സിലാക്കണമെന്ന് കരുതിയിട്ടാണ് ആ കേക്കിൽ യു ആർ ലയർ എന്നവൻ എഴുതി വെച്ചത്. അതിലൂടെ സ്വന്തം ഭാര്യയുടെ ശ്രദ്ധ തന്നിലേക്ക് തിരിക്കാനും ഞാൻ നുണ പറയുന്നുണ്ടെന്ന് അവൾ അറിയാനും വേണ്ടിയിട്ടാണ് അവൻ അങ്ങനെ ചെയ്യുന്നത്. രണ്ടാമത് കർച്ചീഫിൽ ലിപ്സ്റ്റിക് പാടുവച്ചതും അവൻ വോണ്ടഡ് ആയിട്ട് ചെയ്തതാണ്. അതും ഭാര്യയുടെ ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതൊക്കെ എന്തിനാടാ ചെയ്യുന്നത് എന്ന് സുഹൃത്ത് ചോദിക്കുമ്പോൾ, എനിക്കറിയില്ലടാ, 20 വർഷത്തെ ജീവിതത്തിൽ എൻ്റെ ഭാര്യയെ ഞാൻ ഒരു ബെസ്റ്റ് ഫ്രണ്ടിനെ പോലെയാണ് കണ്ടത്. അവളോട് സത്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അവൾ പറഞ്ഞത് കേട്ടിട്ടാണ് ഞാൻ ഫ്രീ ആയി ജീവിക്കാമെന്ന് കരുതി മറ്റൊരു പെണ്ണുമായി ബന്ധം വെച്ചത്. എന്നാൽ അവസാനം അവൾ തന്നെ എന്നോട് നുണ പറയാൻ പറഞ്ഞപ്പോൾ എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടായിരിക്കാം ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നവൻ പറയാണ്. ഇപ്പോൾ ഭാര്യ ആ കച്ചീഫിലെ ലിപ്സ്റ്റിക് പാടി നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അത് ഇവരുടെ മകൾ ദിയ കാണുകയാണ്. എന്താമ്മ, ഇന്നലെയാണല്ലോ അച്ഛൻ അമ്മയോട് ആ പെണ്ണുമായി ബ്രേക്കപ്പ് ആയി, ഇനി നിനക്ക് മാത്രമേ വിശ്വസ്തനായിരിക്കൂ എന്ന് പറഞ്ഞത്. അതിനു മുമ്പ് തന്നെ കച്ചീഫിൽ പാടുണ്ടല്ലോ. ഇപ്പോൾ വേറൊരു പെണ്ണുമായി ബന്ധത്തിലായോ, അതോ ബ്രേക്കപ്പ് ആയെന്ന് അമ്മയോട് നുണ പറഞ്ഞതാണോ എന്നവൾ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ഇപ്പോൾ ഇവർക്കൊരു സംശയം വരുന്നുണ്ട്. ഇപ്പോൾ ഈ ആശയക്കുഴപ്പത്തിൽ നിന്നെല്ലാം പുറത്തു വരാൻ അവർക്ക് റിലാക്സ് ചെയ്യാൻ കഴിയുന്ന ഒരേ ഒരു കാര്യം ആ പാട്ട് ക്ലാസ് ആണ്. അങ്ങനെ നായിക ആ പാട്ട് ക്ലാസ്സിലേക്ക് പോയിട്ട് വരുന്ന വഴി അവിടെ കണ്ട ആ പയ്യനും നായികയെ ഫോളോ ചെയ്ത് വരികയാണ്. അതേസമയം നായികയ്ക്ക് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് ഒരു മെസ്സേജ് വരാണ്. വൈകുന്നേരം 6 മണിക്ക് റെസ്റ്റോറൻറ്റിലേക്ക് വരണം, നമ്മൾ യൂഷ്വലായി മീറ്റ് ചെയ്യുന്ന ആ റെസ്റ്റോറൻറ്റ് തന്നെ എന്നൊരു മെസ്സേജ് അവൻ അയച്ചിരിക്കുന്നു. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അത് ഡിലീറ്റ് ആക്കുന്നു. സോറി, മാറി അയച്ചതാണ് എന്ന് മറ്റൊരു മെസ്സേജും അയക്കുന്നു. ഇത് കാണുന്ന നായിക വീണ്ടും ഞെട്ടിപ്പോവാണ്. ആ സമയത്ത് തന്നെയാണ് പാട്ട് ക്ലാസ്സിലെ ആ പയ്യൻ നായികയുടെ അടുത്ത് വന്നിട്ട്, ഞാൻ ഈ പാട്ട് ക്ലാസ്സിൽ ചേരുമ്പോൾ മാഷ് നിങ്ങളെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അഭിമാനത്തോടെ പറഞ്ഞിട്ടുണ്ട്. ആക്ച്വലി എനിക്ക് നിങ്ങളൊരു വലിയ ഇൻസ്പിറേഷനാണ് എന്നൊക്കെ പറഞ്ഞ്, നിങ്ങൾ എന്തിനാണ് നടന്നു പോകുന്നത്, വേണമെങ്കിൽ ഞാൻ നിങ്ങളെ ഡ്രോപ്പ് ചെയ്യാം എന്നൊക്കെ സംസാരിക്കാൻ വരുന്നു. സ്വന്തം ഭർത്താവിനോടുള്ള ദേഷ്യമൊക്കെ ആ പയ്യൻ്റെ മേൽ തീർത്തിട്ട് ഇപ്പോൾ ആ റെസ്റ്റോറൻറ്റിൽ പോയി നമ്മളോട് നുണ പറയുന്ന ഭർത്താവിനെ കൈയോടെ പിടിക്കാം എന്നൊരു തീരുമാനവും നായിക എടുക്കുന്നു. എന്നാൽ അയാൾ മെസ്സേജിൽ പറഞ്ഞ യൂഷ്വൽ റെസ്റ്റോറൻറ്റ് ഏതാണെന്ന് ഇവർക്കറിയില്ല. ഭർത്താവിൻ്റെ സുഹൃത്തുക്കളെയൊക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. അവർക്കാർക്കും അത് കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ വൈകുന്നേരം 6 മണിക്ക് നായകൻ മാധവൻ താൻ പ്രണയിക്കുന്ന ആ കനകയുടെ കൂടെയാണ് ആ റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുന്നത്. നായിക അവിടെ വരുമെന്ന് കരുതിയാൽ അവിടെ വന്ന് മാധവൻ കനകയുമായി സംസാരിക്കുന്നതൊക്കെ ഹീറോയുടെ മകൾ ദിയ കാണുകയാണ്. അച്ഛൻ ആ പെണ്ണുമായി സംസാരിക്കുന്നത് മുഴുവൻ വീഡിയോ എടുത്ത് സ്വന്തം അമ്മയ്ക്കും അയക്കുന്നു. ഇത് കാണുന്ന നായിക, അപ്പോൾ നമ്മുടെ ഭർത്താവ് നമ്മളോട് നുണ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അയാൾ ഇപ്പോഴും ആ പെണ്ണുമായി റിലേഷൻഷിപ്പിലാണ് എന്ന് മനസ്സിലാക്കുന്നു. എന്നാൽ ഇതും നമ്മുടെ നായകൻ്റെ ഒരു പ്ലാൻ തന്നെയാണ്. ഇപ്പോൾ സ്വന്തം സുഹൃത്തിനെ കണ്ടിട്ട് ഞാൻ തന്നെയാണ് അവൾക്ക് മനഃപൂർവ്വം മെസ്സേജ് അയച്ച് ഡിലീറ്റ് ചെയ്തത്. അവളുടെ ശ്രദ്ധ എന്നിലേക്ക് വരാൻ വേണ്ടി ഞാനും റെസ്റ്റോറൻറ്റിൽ അവൾ വരുമെന്ന് കരുതി കാത്തിരുന്നു. പക്ഷെ എൻ്റെ മകൾ വന്ന് കണ്ടുപോയി. എങ്കിലും ഈ കാര്യം എൻ്റെ ഭാര്യ അറിഞ്ഞല്ലോ. എൻ്റെ പ്ലാൻ അനുസരിച്ച് തന്നെയാണ് എല്ലാം നടക്കുന്നത് എന്ന് അയാളും പറയാണ്. ഇങ്ങനെയൊരു സമയത്ത് അച്ഛൻ ലവ് ചെയ്യുന്ന കനകയെ കാണാൻ മകൾ ദിയയും വരികയാണ്. റോഡിൽ വെച്ച് കനകയെ കണ്ട്, കാണാൻ മോഡലിനെ പോലെ ഉണ്ടല്ലോ, നിങ്ങളെപ്പോലെ ഒരു മോഡലിൻ്റെ കൂടെ സെൽഫി എടുക്കണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, എടുക്കാമോ എന്ന് ചോദിച്ച് അവരുടെ കൂടെ സെൽഫിയൊക്കെ എടുക്കുന്നു. ആ കനകയ്ക്കും താൻ ലവ് ചെയ്യുന്ന മാധവന്റെ മകളാണിതെന്ന് അറിയില്ല. ഇപ്പോൾ പതിവ് പോലെ നായിക കുറച്ച് റിലാക്സ്ഡായി പാട്ട് ക്ലാസ്സിൽ വരികയാണ്. അവർക്ക് ശരിക്കും പാടാൻ കഴിയുന്നില്ല. അപ്പോൾ പാട്ടുമാഷ് ഇതെല്ലാം കണ്ട്, എന്താ ചിത്ര, നീ ഇങ്ങനെ ആയി പോയല്ലോ, എല്ലാം മാറിയല്ലോ, ചെറുപ്പത്തിൽ നീ ഇങ്ങനെ അല്ലായിരുന്നല്ലോ, നിന്നെ ആരെങ്കിലും പറ്റിച്ചോ? അങ്ങനെ നിന്നെ ആരെങ്കിലും പറ്റിച്ചാൽ നീ അവരെയും പറ്റിക്കണം കേട്ടോ എന്ന് പറയാണ്. ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് നായിക റോഡിലൂടെ നടക്കുമ്പോൾ അവിടെ പാട്ട് സ്കൂളിലെ ആ പയ്യൻ പതിവ് പോലെ നായികയോട് സംസാരിക്കാൻ വരുന്നു. ഇന്ന് എനിക്ക് പുതുതായി ഒരു ജോലി കിട്ടി, അത് ആരോട് പറയണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു, നിങ്ങളോട് തന്നെ ആദ്യം പറയാമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഷെയർ ചെയ്യുന്നത് എന്നവൻ പറയാണ്. ഇവൻ എന്തിനാണ് ആവശ്യമില്ലാതെ നമ്മളോട് ഇത്ര സ്നേഹം കാണിക്കുന്നത് എന്ന് ഇവർക്കൊരു ചോദ്യം ഉണ്ടാവുന്നു. അതേസമയം ഭർത്താവിൽ നിന്നും നായികയ്ക്ക് ഒരു മെസ്സേജ് വരാണ്. ഇന്ന് രാത്രി ഓഫീസിൽ എനിക്ക് ഒരുപാട് ജോലിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഓഫീസിൽ തന്നെ നിൽക്കാൻ പോകുന്നു എന്ന്. ഇത് കാണുമ്പോൾ നായികയ്ക്ക് ഫ്രണ്ട് ജിലേബിയാണ് ഓർമ്മ വരുന്നത്.
അവളുടെ ഭർത്താവും ഇങ്ങനെ ഇടയ്ക്കിടെ ഓഫീസിൽ നിന്നാണല്ലോ ഒരു പയ്യനുമായി ബന്ധം ഉണ്ടാക്കിയത്. അങ്ങനെയെല്ലാം ഓർത്ത് ഒരുപക്ഷെ ആ കനകയുമായി ഭർത്താവ് നൈറ്റ് സ്റ്റേ ചെയ്യാൻ പോവാണോ എന്നൊക്കെ ഇവർക്ക് സംശയം വരുന്നു. ഇപ്പോൾ രാത്രിയാവാണ്. നായിക ചിത്ര ഭർത്താവിന്റെ ഓഫീസിലേക്ക് വരികയാണ്. എന്നാൽ ഓഫീസ് പുറത്തു നിന്ന് പൂട്ടിയിരിക്കുകയാണ്. വാച്ച്മാനോട് ചോദിക്കുമ്പോൾ എല്ലാവരും പോയി എന്ന് പറയുന്നു. അവരവിടെ നിന്ന് കരഞ്ഞുകൊണ്ട് ഇനി എനിക്ക് സഹിക്കാൻ വയ്യ ഭഗവാനെ എന്ന് പറഞ്ഞ് കാറിൽ പോകുമ്പോഴാണ് ആ പയ്യനിൽ നിന്നും നായികയ്ക്ക് ഒരു മെസ്സേജ് വരുന്നത്. ആക്ച്വലി ഞാൻ എന്തിനാണ് ജോലി കിട്ടിയ കാര്യം ആദ്യം നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ എനിക്കൊരു റോൾ മോഡലാണ്, ഒരു ഫാന്റസിയാണ്, അതിനുമുപരി നിങ്ങൾ എനിക്ക് വല്ലാതെ ഇഷ്ടമാണ് എന്ന് ആ പയ്യൻ മെസ്സേജ് ചെയ്തിരിക്കുന്നു. ഇവർ ഈ ഒരു ചിന്തയോടെ വീട്ടിലേക്ക് വരാണ്. ഇപ്പൊ നേരം രാവിലെ ആവുന്നു. ആ രാത്രി ഒരു ഭയങ്കര സംഭവം നടന്നിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ പിന്നീട് പറയാം. നായികയുടെ ഭർത്താവും വീട്ടിൽ വരാണ്. രാത്രി എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ ഓഫീസിലായിരുന്നു എന്ന് അയാൾ പറയുന്നു. മറുവശത്ത് നായികയുടെ മകൾ ദിയ ഉണ്ടല്ലോ, ആ കനക എങ്ങനെയാണോ ബ്ലൂ നെയിൽ പോളിഷ് ഇട്ട് നഖം വളർത്തുന്നത് അതേപോലെ സ്വന്തം നഖങ്ങളും അവൾ മാറ്റുന്നു. ഇപ്പോൾ ദിയ അച്ഛൻ്റെ അടുത്ത് വന്ന് നഖം കാണിച്ചിട്ട്, ഈ വിരൽ കാണുമ്പോൾ നിങ്ങൾക്ക് ആരെയാണ് ഓർമ്മ വരുന്നത്? നിങ്ങൾ ബന്ധം വെച്ചിരിക്കുന്ന കനകയാണോ? സത്യത്തിൽ ആ പെണ്ണിനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ എനിക്കും ഇഷ്ടമായി. ഇനി മുതൽ അവരാണ് എൻ്റെ റോൾ മോഡൽ. ഇനി അങ്ങോട്ട് അവരുടെ അടുത്ത് പോകുമ്പോൾ എൻ്റെ ഈ വിരലായിരിക്കണം നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് എന്ന് ദിയ സ്വന്തം അച്ഛനെ ഒരു തരത്തിൽ ഭീഷണിപ്പെടുത്തുന്നു. ഇനി കട്ട് ചെയ്താൽ മറ്റൊരു കാര്യം പറയാം. ഓപ്പണിംഗ് സീനിൽ ഒരു മരണം നടന്നല്ലോ, അത് ചെയ്ത ആളുടെ വിരലിൽ നെയിൽ പോളിഷ് ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ ഇവർ രണ്ടുപേരുടെയും, അതായത് കനകയുടെയും ദിയയുടെയും കയ്യിൽ നെയിൽ പോളിഷ് ഉണ്ട്. അപ്പോൾ ഇവരിൽ ആരായിരിക്കും അത് ചെയ്തത്? അങ്ങനെ ആലോചിച്ചുകൊണ്ടേയിരിക്കെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ റിവീൽ ചെയ്യാം കേട്ടോ. ഇവിടെ ഹീറോയുടെ മകൾ വെറുതെ ഇരിക്കാതെ ഫേസ്ബുക്കിൽ കനകയുടെ കൂടെ എടുത്ത് സെൽഫി പോസ്റ്റ് ചെയ്ത് അവളെ ടാഗ് ചെയ്യുകയും ചെയ്യുന്നു. ഇതൊക്കെ കണ്ട് ഹീറോ കൂടുതൽ പ്രഷറിലാവുന്നുണ്ട്. മറുവശത്ത് നായികയുടെ വീട്ടിലേക്ക് അതേ ദിവസം രാവിലെ പാട്ട് ക്ലാസ്സിലെ ആ ചെറിയ പയ്യനും വരികയാണ്. അവനെ കണ്ട് നായിക ഞെട്ടുകയാണ്. നീ എന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുമ്പോൾ, ഇന്നലെ രാത്രി നടന്നതൊക്കെ മറന്നുപോയോ എന്നവൻ ചോദിക്കുന്നു. അവിടെ നായിക വല്ലാതെ പരിഭ്രമിക്കുന്നു. അപ്പോഴാണ് അന്ന് രാത്രി ആ പയ്യൻ മെസ്സേജ് അയച്ചപ്പോൾ നായികയും ഒരു റിപ്ലൈ കൊടുത്തിരുന്നുവെന്ന് കാണിക്കുന്നത്. ഇപ്പോൾ കട്ട് ചെയ്താൽ രാവിലെ ആ പയ്യൻ, രാത്രി എൻ്റെ കൂടെ അങ്ങനെ നിന്നിട്ട് ഇപ്പോൾ ഒന്നും അറിയാത്ത പോലെ എന്നെ എന്തിനാണ് ഒഴിവാക്കുന്നത് എന്ന് ചോദിക്കുന്നു. അവരും, രാത്രി എനിക്കൊരു കൂട്ട ആവശ്യമായിരുന്നു, അതിനുവേണ്ടി മാത്രമാണ് അങ്ങനെ ചെയ്തത്. അതിന് എൻ്റെ വീട്ടിലേക്ക് വരുന്ന പരിപാടിയൊന്നും വെച്ചേക്കരുത്, ഇവിടെ നിന്ന് പൊക്കോ എന്ന് പറയുന്നു. അപ്പോഴാണ് തലേ ദിവസം രാത്രി നായികയും ആ പയ്യനും ഒരു കാറിലിരുന്ന് സംസാരിക്കുന്നതും നായിക ഭർത്താവിനെ കുറിച്ച് പരാതി പറയുന്നതൊക്കെ കാണിക്കുന്നത്. ആ രാത്രി എന്താണ് സംഭവിച്ചതെന്ന് നോക്കുന്നതിന് മുമ്പ് ഇവിടെ കനകയെ കാണിക്കുന്നു. കനക ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോൾ ഹീറോയുടെ മകൾ ദിയ വന്നിട്ട്, എന്താ റോൾ മോഡൽ നടന്നു പോവാണോ? എപ്പോഴും അച്ഛൻ്റെ കൂടെ കാറിലല്ലേ പോവാറുള്ളത്? ഞാൻ കാറ് ബുക്ക് ചെയ്യണോ? ദേ നോക്ക്, നിങ്ങളെപ്പോലെ ഞാനും നഖം വെച്ചിട്ടുണ്ട്, വാ എൻ്റെ കൂടെ സമയം ചെലവഴിക്കാം, എൻ്റെ അച്ഛനെ വിട്ടേക്ക് എന്ന് പരിഹാസത്തോടെ സംസാരിക്കുന്നു. കനകയ്ക്ക് ദേഷ്യം വന്ന് ടാക്സി വിളിച്ച് അവിടെ നിന്നും പോകുന്നു. ഹീറോയുടെ മകൾക്ക് എങ്ങനെയെങ്കിലും കനകയോട് പ്രതികാരം ചെയ്യണം എന്നൊരു വെറുപ്പുണ്ട്. ഇങ്ങനെ ഒരു സമയത്താണ് നമ്മുടെ നായിക സ്വന്തം ഫ്രണ്ട് ജിലേബിയെ കാണാൻ വരുന്നത്. അപ്പോഴാണ് ജിലേബിയുടെ ഭർത്താവ്, നീ വിചാരിക്കുന്ന പോലെ വേറൊരു പെണ്ണുമായിട്ടല്ല, ഒരു പുരുഷനുമായിട്ടാണ് ബന്ധത്തിലുള്ളത് എന്ന സത്യം ഇവർ തുറന്നു പറയുന്നത്. ഇത് കേട്ട് ജിലേബി ഭയങ്കരമായി സന്തോഷിക്കുന്നു. എന്താടി അങ്ങനെ ഒരു കാര്യം പറയുമ്പോൾ നീ സന്തോഷിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഞാൻ വിചാരിച്ചത് എൻ്റെ ഭർത്താവിന് എന്നേക്കാൾ വേറൊരു പെണ്ണിനെയാണ് ഇഷ്ടമായതെന്നാണ്. അതുകൊണ്ട് തന്നെ ഇത്രയും നാൾ ഞാൻ സുന്ദരിയല്ലേ, എൻ്റെ സൗന്ദര്യം പോയോ, എനിക്ക് പ്രായമായോ എന്നൊക്കെ ഒരുപാട് ചിന്തകൾ എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ നീ പറഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. ഭാഗ്യം, എൻ്റെ സൗന്ദര്യത്തിന് യാതൊരു കുറവുമില്ല. അയാൾക്ക് ഏതൊരു പയ്യനെയാണ് ഇഷ്ടമായത് എന്നവർ തികച്ചും വ്യത്യസ്തമായി സംസാരിക്കുന്നു. ഇതെല്ലാം കേൾക്കുമ്പോൾ നായികയ്ക്ക് ഒരു വല്ലായ്മ തോന്നുന്നുണ്ട്. അപ്പോൾ നായിക സ്വയം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നമ്മുടെ ഭർത്താവ് കനകയുമായി സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്കിത്ര അസ്വസ്ഥത തോന്നുന്നത് നമ്മൾ അദ്ദേഹത്തെ അമിതമായി സ്നേഹിക്കുന്നതുകൊണ്ടാണോ? അതോ 40 വയസ്സായിട്ടും ഞാൻ സുന്ദരിയാണല്ലോ, പിന്നെ എങ്ങനെ വേറൊരു പെണ്ണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വന്നു എന്ന സൗന്ദര്യ പ്രശ്നം കൊണ്ടാണോ? എന്തുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ തോന്നിയത് എന്ന് അവരും സ്വന്തമായി അനലൈസ് ചെയ്യുന്നു. ഇങ്ങനെയൊക്കെ പോകുമ്പോഴാണ് നായികയുടെ ഭർത്താവ് മാധവൻ ഇതെല്ലാം അവസാനിപ്പിക്കണം എന്ന് വിചാരിക്കുന്നത്. ഫ്രണ്ടിനെ വിളിച്ചിട്ട്, നീ എൻ്റെ ഭാര്യയെ വിളിച്ച് ബീച്ച് റിസോർട്ടിൽ നിന്നാണ് സംസാരിക്കുന്നതെന്നും ഇന്ന് രാത്രി മാധവൻ കനക എന്ന പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നിങ്ങൾ വരുമോ ഇല്ലയോ എന്നും വെറുതെ ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് പറയുന്നു. എടാ, എന്തിനാണ് നിന്റെ ഭാര്യയോട് ചോദിക്കുന്നത്? അവരെന്ത് വിചാരിക്കും എന്ന് സുഹൃത്ത് ചോദിക്കുമ്പോൾ, അല്ല, അവളോട് എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്, അതിനു വേണ്ടിയിട്ടാണ് ഇങ്ങനൊരു പ്ലാൻ എന്നയാൾ പറയുന്നു. അങ്ങനെ ഹീറോയുടെ ഫോണിലേക്ക് ഒരു കോൾ വരികയാണ്. ആ കോൾ എടുത്ത് നായിക സംസാരിക്കുന്നു. എന്താ, കനകയുടെ കൂടെ ബീച്ച് റിസോർട്ടിൽ ഇയാൾ റൂം എടുത്തിട്ടുണ്ടോ? ഓഫീസിലും കാണാനില്ല, റെസ്റ്റോറൻറ്റിലും കാണാനില്ല. എന്തായാലും ഈ റിസോർട്ടിൽ വെച്ച് പിടിക്കാം എന്ന് അവരൊരു തീരുമാനം എടുക്കുന്നു. അതേസമയം മകൾ ദിയ കനകയുടെ വീട്ടിലേക്കും പോയിട്ടുണ്ട്. കനകയുടെ ജോലിക്കാർ ഫോൺ വിളിച്ചിട്ട്, നിങ്ങളുടെ വീട്ടിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു ചെറിയ പെൺകുട്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നു. അയ്യോ, ഇവളെന്തിനാ എന്നെ ഉപദ്രവിക്കുന്നതെന്ന് പറഞ്ഞ് കനക ദേഷ്യത്തോടെ വീട്ടിലേക്ക് വരുന്നു. ഇപ്പോൾ ഇവിടെ വെച്ചിട്ടാണ് ഇതുവരെ നിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങൾക്കെല്ലാം ഉത്തരം കിട്ടാൻ പോകുന്നത്. നായിക ആ ബീച്ച് റിസോർട്ടിലേക്ക് വരികയാണ്. അവിടെ വന്ന് മാധവൻ എന്ന പേരിൽ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു.
അവരതേ എന്ന് പറയുന്നുണ്ട്. കൂടെ സ്റ്റേ ചെയ്യുന്ന ആളുടെ പേര് കനക എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അവർ നിഷേധിക്കുന്നു. ചിത്ര എന്ന പേരിലാണ് കൂടെ സ്റ്റേ ചെയ്യുന്ന ആളുടെ പേരുള്ളത് എന്ന് പറയുമ്പോൾ നായിക ഞെട്ടുകയാണ്. ചിത്ര എന്നത് തന്റെ പേരല്ലേ? റൂം നമ്പർ ചോദിച്ച് ആ റൂമിലേക്ക് പോവാണ്. ഇവിടെ കനക സ്വന്തം വീട്ടിലേക്ക് വരുന്നു. വീട്ടുജോലിക്കാർ പറയുന്നുണ്ട് ഒരു ചെറിയ സ്കൂൾ കുട്ടി വന്നിരിക്കുന്നുണ്ട്. നിങ്ങൾ വരാൻ വൈകുമെന്ന് പറഞ്ഞിട്ടും അവൾ പോകുന്നില്ല. എനിക്ക് സമയമായി, ഞാൻ പോകുന്നു, അവൾ മുകളിലുണ്ട്, പോയി നോക്ക് എന്ന് പറഞ്ഞ് കനകയെ വിടുകയാണ്. കനക ദേഷ്യത്തോടെ വീട്ടിൽ കയറി ദിയയുടെ അടുത്ത് വന്നിട്ട് നിനക്ക് എന്താണ് പ്രശ്നം? എന്തിനാണ് എൻ്റെ വീട്ടിൽ ഒന്ന് ശല്യപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അയ്യോ റോൾ മോഡൽ, ഇങ്ങനെയൊന്നും ദേഷ്യപ്പെടല്ലേ. ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നു, അതോ അച്ഛൻ വാങ്ങിത്തന്നാൽ മാത്രമേ കുടിക്കുള്ളൂ, ഞാൻ തന്നാൽ കുടിക്കില്ലേ എന്നൊക്കെ സംസാരിക്കുന്നു. ഇവിടെ നായിക ഭർത്താവിന്റെ റൂമിലേക്ക് വരികയാണ്. ഭർത്താവ് ഒറ്റയ്ക്കിരിക്കുന്നത് കാണുന്നുണ്ട്. സത്യത്തിൽ ഇതെല്ലാം നായകന്റെ പ്ലാൻ ആയിരുന്നു. നായികയെ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം. എന്തിനാ മനുഷ്യ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? എനിക്കൊന്നും അറിയില്ലെന്ന് വിചാരിച്ചോ? അന്ന് റെസ്റ്റോറൻറ്റിൽ ആ പെണ്ണിനെ കണ്ട് സംസാരിച്ചത്, ഓഫീസിലാണെന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ വീട്ടിൽ നിന്നത്, ഇപ്പോൾ ഈ റിസോർട്ട് വരെ വന്നിരിക്കുന്നു. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞത്? ആ പെണ്ണുമായി വലിയ കണക്ഷനൊന്നുമില്ല, ഒരു കിസ് തന്നിട്ട് അവൾ ബ്രേക്കപ്പ് ആയി എന്നല്ലേ? എന്നാൽ അതിനുശേഷം എന്തൊക്കെ നടന്നു? എന്തുകൊണ്ട് എന്നോട് പറഞ്ഞില്ല? സത്യം മാത്രമേ പറയൂ എന്നല്ലേ നമ്മൾ തമ്മിലുള്ള ഡീൽ? പിന്നെന്തിനാണ് നുണ പറഞ്ഞത് എന്ന് ചോദിക്കുമ്പോഴാണ് അയാൾ സത്യം പറയുന്നത്. നിനക്ക് ഓർമ്മയുണ്ടോ, നീയാണ് എന്നോട് വന്ന് സത്യം പറയരുത്, നുണ പറയണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നുണകൾ നിന്നോട് പറഞ്ഞത്. 4 മാസം മുമ്പ് എനിക്ക് കനകയോട് തോന്നിയ ഫീലിങ്സ് സത്യമായിരുന്നു. 3 മാസം വരെ അവളുടെ കൂടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നതും സത്യമായിരുന്നു. എന്നാൽ എപ്പോഴാണോ നീ എന്നോട് സത്യം പറയണ്ട, എനിക്ക് സഹിക്കാൻ വയ്യ, നുണ പറയെന്ന് പറഞ്ഞത്, അപ്പോഴേ ഇതെല്ലാം മാറിപ്പോയി. നിന്നോട് സത്യം മാത്രം പറഞ്ഞിട്ട് എന്ന് നുണ പറയാൻ തുടങ്ങിയോ? എന്റെ ഭാര്യയ്ക്ക് ഇത് അറിയാൻ കഴിയുന്നില്ലല്ലോ, നമ്മൾ ഭാര്യയോട് വഞ്ചന കാണിക്കുകയാണല്ലോ എന്നൊരു കുറ്റബോധം എനിക്ക് വന്നു. അതുകൊണ്ട് കനകയുടെ കൂടെ എനിക്ക് സമാധാനമായിരിക്കാൻ കഴിഞ്ഞില്ല, കനകയെ ഉപേക്ഷിച്ച് വരാനും കഴിഞ്ഞില്ല. തുറന്നു പറയുകയാണെങ്കിൽ കനകയും ഞാനും തമ്മിലുള്ള ബന്ധം നിന്നോട് പറഞ്ഞ് ഞങ്ങൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് നീ കൈയോടെ പിടിച്ച് എന്നെ വഴക്ക് പറഞ്ഞ് അവളുടെ അടുത്ത് നിന്ന് എന്നെയും കൂട്ടിക്കൊണ്ടു പോകുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാനിതൊക്കെ ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് റെസ്റ്റോറൻറ്റിൽ നീ വരുമെന്ന് കരുതി മെസ്സേജ് അയച്ചത്. 2ാമത് ഓഫീസിലാണെന്ന് പറഞ്ഞ് നിന്നെ അവിടേക്ക് വരുത്തി. 3ാമത് ഈ റൂം വരെ നിന്നെ വരുത്തിയതും അതാണ് കാരണം. ഒരു ദിവസം കനക തന്നെ എന്നോട് പറഞ്ഞു, നീ എപ്പോഴാണോ സ്വന്തം ഭാര്യയോട് നുണ പറയാൻ തുടങ്ങിയത് അപ്പം മുതൽ നീ എന്നിൽ നിന്നും അകന്നു തുടങ്ങിയെന്ന്. സത്യം സംസാരിക്കുമ്പോൾ മരുഭൂമിയായിരുന്ന നമ്മുടെ ബന്ധം നിന്നോട് നുണ പറയാൻ തുടങ്ങിയപ്പോഴാണ് പച്ച പിടിച്ചത്. ഇപ്പോൾ എനിക്കും കനകയ്ക്കും ശരിക്കും ബ്രേക്കപ്പായി. ഈ ഇടവേളയിൽ ഞാൻ എപ്പോഴാണോ നിന്നോട് നുണ പറയാൻ തുടങ്ങിയത് അപ്പോൾ മുതൽ നമ്മുടെ നഷ്ടപ്പെട്ട പ്രണയം തിരികെ വരാൻ തുടങ്ങി. ഞാൻ നിന്നിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഇതെല്ലാം ഞാൻ ചെയ്തത് എന്ന് ഭർത്താവ് അവിടെ പറയുന്നു. ഇത് കേൾക്കുന്ന നായികയ്ക്കും അവിടെ ഒരു കാര്യം മനസ്സിലാവുന്നു. ഭർത്താവിന് സ്പേസ് കൊടുക്കാമെന്ന് പറഞ്ഞ് ഓവർ സ്പേസ് കൊടുത്തത് എൻ്റെ തെറ്റായിരുന്നു. പൊസസീവ്നെസ്സോ ദേഷ്യമോ വെറുപ്പോ എന്ത് തന്നെയായാലും നമ്മൾ അപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടേയിരിക്കണം. അങ്ങനെ ചെയ്യാതെ സത്യം മാത്രം പറഞ്ഞ് ജീവിച്ചാൽ ഇതായിരിക്കും ഫലം എന്ന് അവരും മനസ്സിലാക്കുന്നു. ഭർത്താവിനോട് സോറി ചോദിച്ചിട്ട് സത്യം മാത്രം പറയുന്നതല്ല ജീവിതം, സത്യവും നുണയും എല്ലാം കലർന്നതാണ് ജീവിതം എന്ന് അവർ മനസ്സിലാക്കുന്നു. അപ്പോഴാണ് വളരെ ഭയാനകമായ ഒരു സംഭവം കാണിക്കുന്നത്. ഭർത്താവും ഇപ്പോൾ 2 പേർക്കും ഒരുമിച്ച് ജീവിക്കാമെന്ന് പറഞ്ഞ് ഭാര്യയെ കാറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ നീ ഇതുവരെ എന്നോട് ഒരു നുണയും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് കളിയായി ചോദിക്കുന്നു. അവർ കുറച്ചൊന്ന് ആലോചിച്ച് മിണ്ടാതിരിക്കുകയാണ്. അപ്പോഴാണ് ആ പാട്ട് ക്ലാസ്സിലെ പയ്യനുമായി എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നത്. അന്ന് രാത്രി ഇവർ അവനെ കാറിൽ കണ്ടിരുന്നല്ലോ. അന്ന് തനിക്ക് വല്ലാതെ പ്രഷറാണെന്ന് പറഞ്ഞ് ആ പയ്യനുമായി ഇവർ ഒന്നിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് ഭർത്താവിന് ഓർമ്മ വന്നിട്ട് അവിടെ നിന്നും എഴുന്നേറ്റ് ഓടി വന്നതാണ്. എന്നാൽ ആ വിവരം ഇപ്പോൾ ഭർത്താവിൽ നിന്നും മറച്ചു വയ്ക്കുന്നു. അതുകൊണ്ടാണ് ആ പയ്യൻ വല്ലാതെ ദേഷ്യപ്പെട്ട് അടുത്ത ദിവസം രാവിലെ വന്നിട്ട് എന്നെ അന്യായമായി യൂസ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് നായികയോട് വഴക്കിട്ടത്. ചില സമയങ്ങളിൽ ചില സത്യങ്ങൾ മറച്ചു വെക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് നായിക മനസ്സിലാക്കുന്നു. അപ്പോഴാണ് നായികയുടെ മകനിൽ നിന്നും ഇവർക്കൊരു ഫോൺ കോൾ വരുന്നത്. അമ്മ, ചേച്ചി വീട്ടിൽ വന്നത് മുതൽ വാതിലടച്ച് ഉള്ളിലിരിക്കുകയാണ്, വേഗം വാ അമ്മ എന്ന് വിളിക്കുന്നു. വീട്ടിൽ വന്നതും ഇവർ ഓടിപ്പോയി ബാത്റൂമിന്റെ വാതിൽ തട്ടുന്നു. ദിയ, എന്തു പറ്റി, എന്താ മോൾക്ക് പറ്റിയതെന്ന് ചോദിച്ച് നിലവിളിക്കുമ്പോൾ ദിയ കരഞ്ഞുകൊണ്ട് വാതിൽ തുറക്കുന്നു. അമ്മേ, വലിയൊരു തെറ്റ് പറ്റിപ്പോയമ്മ എന്ന് പറഞ്ഞ് അവിടെ പൊട്ടിക്കരയുന്നു. ഇവൾ ആ കനകയുടെ വീട്ടിൽ പോയിരുന്നല്ലോ, അച്ഛനുമായി ബന്ധമുണ്ടെന്ന ദേഷ്യത്തിലായിരുന്നല്ലോ ദിയ. അപ്പോൾ ഇവർ തമ്മിൽ അവിടെ വഴക്കുണ്ടാവുന്നു. നീ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്നോട് തന്നെ ഓവറായി സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കനക ദിയയെ പിടിച്ച് ദേഷ്യപ്പെടുമ്പോൾ നീ എൻ്റെ അച്ഛനെ വിടില്ലല്ലേ, ഞങ്ങളുടെ കുടുംബം തകരാൻ കാരണം നീയാണ് എന്ന് പറഞ്ഞ ദിയ കയ്യിലുണ്ടായിരുന്ന ഒരു ഗ്ലാസ് കനകയുടെ മേലേക്ക് വലിച്ചെറിയുന്നു. അതിൽ കനക അവിടെയുള്ള പടവുകൾ തെന്നി വീണ് ആ ഗ്ലാസ് അവരുടെ ശരീരത്തിൽ കയറി അവരവിടെ വെച്ച് തന്നെ മരിക്കുന്നു. ഇപ്പോൾ പ്രസന്റിലേക്ക് കഥ വരുമ്പോൾ ദിയ അച്ഛനോടും അമ്മയോടും എൻ്റെ കൈകൊണ്ട് ഞാൻ അവളെ കൊന്നമ്മ എന്ന് കരഞ്ഞു പറയാണ്. ഇപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഒന്നും മനസ്സിലാവുന്നില്ല. കണ്ടില്ലേ, അച്ഛനും അമ്മയും വഴക്കിടുമ്പോൾ അതിൽ കൂടുതലായി ബാധിക്കപ്പെടുന്നത് അവരുടെ കുട്ടികളാണെന്ന് വളരെ സിമ്പിളായി ഈ സീനിൽ കാണിച്ചു തരുന്നു. കനക മരിച്ചതിന് ശേഷം അവളെ വിളിച്ചു നോക്കുമ്പോൾ അവിടെ പൊട്ടിക്കിടന്ന ഗ്ലാസ് കഷ്ണം ദിയയുടെ കാലിലും കയറുന്നു. കനകയെ തൊടുമ്പോൾ അവരുടെ രക്തം ഇവളുടെ കയ്യിലും ആവുന്നുണ്ട്. അതാണ് ഓപ്പണിംഗ് സീനിൽ ആ നെയിൽ പോളിഷ് ഇട്ട കൈ കഴുകുന്നതായി കാണിച്ചത്. അത് ദിയയുടെ കൈകളായിരുന്നു.
ഇപ്പോൾ ഹീറോയ്ക്ക് ഒരു ഫോൺ കോൾ വരുന്നു. വേഗം ന്യൂസ് വെച്ച് നോക്കാൻ പറയാണ്. അയാൾ ഓടിപ്പോയി ന്യൂസ് വെച്ച് നോക്കുമ്പോൾ അതിൽ വളരെ ദുരൂഹമായ സാഹചര്യത്തിൽ കനകയെ ആരോ കൊലപ്പെടുത്തിയെന്ന് ന്യൂസ് വരുന്നു. അവരുടെ ജോലിക്കാരൻ വന്ന് മീഡിയയോട് പറയാണ്, ഒരു ചെറിയ സ്കൂൾ കുട്ടി കനകയെ കാണാൻ വന്നിരുന്നു. അവൾ ഒരുപാട് നേരം അവിടെ ഉണ്ടായിരുന്നു. അവളുടെ മേലൊരു സംശയമുണ്ട് എന്ന്. ഇത് കേട്ട് അച്ഛനും അമ്മയും ഞെട്ടിപ്പോവാണ്. പ്രത്യേകിച്ച് ഈ കേസ് അന്വേഷിക്കുന്ന ഓഫീസർ ആരാണെന്ന് അറിയാമോ? നമ്മുടെ നായികയുടെ അടുത്ത് വന്ന് വഴിയെ സംസാരിച്ച ആ പയ്യനുണ്ടല്ലോ, അയാൾ തന്നെ. അപ്പോഴാണ് നായികയ്ക്ക് മനസ്സിലാവുന്നത് തന്നോട് സംസാരിച്ചത് ആ രാത്രി ഒന്നിച്ചു കഴിഞ്ഞത് ഒരു പോലീസുകാരനാണെന്ന്. പുതുതായി ജോലി കിട്ടിയെന്ന് അവൻ പറഞ്ഞിരുന്നല്ലോ, അത് ഈ പോലീസ് ജോലിയാണെന്ന് മനസ്സിലാവുന്നു. ഇപ്പോൾ സ്വന്തം മകളെ ഇതിൽ നിന്ന് രക്ഷിക്കണം. രണ്ടാമത് തന്നോട് ദേഷ്യമുള്ള ആ പയ്യന്റെ അടുത്ത് നിന്നും മകളെ രക്ഷിക്കണം. ഇനി എന്ത് ചെയ്യും എന്നോർത്ത് ഇവർ കുടുംബമായി വിഷമിക്കുന്നിടത്ത് സെക്കൻഡ് സീസണിലുള്ള വഴിയിട്ട് ഈ കഥയുടെ അവസാനം. സിനിമ എങ്ങനെയുണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് കൊടുത്തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.